തിരുവനന്തപുരം തമ്പുരാൻമുക്കിൽ വാഹന അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. നേരത്തെ ഈ വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്തതാണ്. അമിത വേഗത്തിലെത്തിയ ബൈക്ക് കാൽനട യാത്രക്കാരനെ ഇടിക്കുകയായിരുന്നു. കാൽനട യാത്രക്കാരനും ബൈക്ക് ഓടിച്ചയാളും മരിച്ചു. ബൈക്കിലുണ്ടായിരുന്ന മറ്റൊരാൾ ഗുരുതരമായി പരിക്കേറ്റപ്പോൾ ചികിത്സയിലാണ്. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. ഹരികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ, മരിച്ചവരുടെ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഇന്ന് രാവിലെയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് ഈ അപകടം സംഭവിക്കുന്നത്. അതായത് തിരുവനന്തപുരം ദേശീയപാതയിൽ കുളത്തൂരിന് സമീപമുള്ള തമ്പുരാൻമുക്കിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ മണക്കാട് സ്വദേശിയായ അൽ സാജിർ, അൽ അമാൻ എന്നിവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഈ കാൽനട യാത്രക്കാരനെ ഇടിക്കുകയായിരുന്നു. ഈ അമിത വേഗത്തിലായിരുന്നു ഈ ബൈക്ക് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതാണ് അപകട കാരണം. ഇയാളെ ഈ കാൽനട യാത്രക്കാരനായ സുനീഷിനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം 100 മീറ്ററോളം ഈ ബൈക്കും തെറിച്ചു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ അൽ സാജിറിനെയും അതേപോലെ തന്നെ കാൽനട യാത്രക്കാരനായ സുനീഷിനെയും ഉടൻ തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ ബൈക്കിൽ ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന ഈ അൽ അമാൻ എന്ന യുവാവ് ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എസ്കെ ഹരി, മറ്റൊരു അപകടത്തിൻ്റെ വാർത്ത കൂടി വരുന്നുണ്ടല്ലോ, അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? ഇന്ന് രാവിലെ 6 മണിയോട് കൂടിയാണ് അപകടം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം വർക്കലയിലാണ്. ഈ സ്വകാര്യ ബസ് ഇടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. ഈ കായ്ക്കര കോവിൽത്തട്ടം സ്വദേശിയായിട്ടുള്ള പ്രതിഭയാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഈ കുടുംബം, അതായത് അച്ഛനും മകളും അമ്മയും കൂടി ഈ വർക്കലയിലേക്ക് പോവുകയായിരുന്നു. ഈ ജോലിക്ക് പോകുന്ന സമയത്താണ് ഇത്തരത്തിലൊരു സ്വകാര്യ ബസ് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ, ഇരുചക്ര വാഹനത്തെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ആ സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ അപകടത്തിൽ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് ഈ പ്രതിഭ മരണപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം, ഈ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന മറ്റ് 2 പേർ, അതായത് ഭർത്താവും മകളും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഇവരുടെ മൃതദേഹം ഈ വർക്കല ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഹരികൃഷ്ണൻ.